ഷിജിന്റെ ഭാര്യയാണ് ആ കുഞ്ഞുമായി നടന്ന പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെ നടന്ന ആ റോഡിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങളടക്കം ഇവിടെ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഉള്ള ഒരാളാണ് 3 മാസം മുമ്പാണ് വിദേശത്ത് നിന്ന് അവധിക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. എന്നിട്ടും ഈ ഒരു അപകടം നടന്ന് 8 ദിവസം കഴിഞ്ഞിട്ടും ഒരു രീതിയിലുള്ള നടപടിയും ഉണ്ടാവാത്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ റോഡിന്റെ നടുക്ക് കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഷിജിന്റെ ഭാര്യ എന്നുള്ളതാണ്. ചേച്ചി, ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ചോദിക്കണം. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ ഇങ്ങനെ ഇരിക്കാൻ? വീഴ്ചയാണ്, അവരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്, എന്റെ ഭർത്താവിനെ കണ്ടെത്തി തരാതെ ഞാൻ പോകില്ല. ഇവിടെ നിന്ന് ഞാൻ അനങ്ങൂല. എന്റെ ഭർത്താവിനെ കണ്ടെത്തി തരാതെ ഞാൻ അനങ്ങൂല. എന്റെ ഭർത്താവിനെ ഇത് എന്റെ അടുത്ത് അവരൊന്ന് പറഞ്ഞ് ഒരു നടപടി അവർ ഇതുവരെയ്ക്കും ചെയ്തില്ല. അവരെന്തോന്നും ചെയ്തു? അവരൊന്നും ചെയ്തില്ല ഇതുവരെയ്ക്കും. എന്റെ ഭർത്താവിനെ പോയിട്ട് 8 ദിവസമായി. അവരനങ്ങിയിട്ടില്ല. ഞാനിവിടെ നിന്ന് അനങ്ങാൻ പോണില്ല. എന്റെ ഭർത്താവ് വരട്ടെ. ഞാൻ അനങ്ങാൻ പോണില്ല ഇവിടെ നിന്ന്. എന്റെ ഭർത്താവ് വരട്ടെ. അസ്മൃതി, ഇപ്പോൾ റോഡിന് നടുവിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഷിജിന്റെ ഭാര്യ കടന്നിരിക്കുന്നു. 2 കുഞ്ഞു മക്കളാണ് ഷിജിനുള്ളത്. 8 ദിവസമായി പിതാവിനെ അന്വേഷിക്കുന്ന 2 കുഞ്ഞു മക്കളുണ്ട്. അവരോട് എന്ത് മറുപടി പറയണം എന്നുള്ള കാര്യം ഷിജിന്റെ ഭാര്യയ്ക്ക് അറിയില്ല. മാത്രമല്ല ബാക്കി ഇനി എന്ത് മുന്നോട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് 8 ദിവസമായിട്ടും ഈ ഷിജിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല? തീരദേശ പോലീസിന്, കോസ്റ്റൽ പോലീസിന്റെ പരിശോധനയിൽ എന്തുകൊണ്ട് ഈ ഷിജിനെ എവിടെയാണ് എന്നൊരു വിവരം, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ എവിടെയാണ്, എന്താണ്, ഒരു വിവരം ലഭിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഈ കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും അവർ ഈ കാര്യക്ഷമമായുള്ള പരിശോധന നടത്തുകയോ അല്ലെങ്കിൽ കൃത്യമായി ഈ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയുള്ള പരിശോധനയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം നേരത്തെ മുതൽ തന്നെ ഇവർ ഉന്നയിച്ചിരുന്നതാണ്. കാരണം ഈ മത്സ്യത്തൊഴിലാളി, അപകടത്തിൽപ്പെട്ട മറ്റ് മത്സ്യത്തൊഴിലാളികളുണ്ട്, അവർക്ക് ഈ സ്ഥലം എവിടെയാണെന്ന് കൃത്യമായി അറിയാം. അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കണം എന്ന ഒരു ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് പോസ്റ്റൽ പോലീസ് തയ്യാറായിട്ടില്ല, ആ പരിശോധന നടന്നിട്ടില്ല എന്നുള്ളതാണ്. സർക്കാർ ഉറങ്ങിക്കിടന്നത് പോലെ അവർക്ക് 8 ദിവസം കൊണ്ട് ഉറങ്ങിയിട്ട് ഉറക്കം തീരുന്നില്ലേ? ഒരു ജീവൻ വിലയില്ലാതെ കിടക്കുന്നതാണ് ഈ കണ്ട. മലയിടിച്ചിലിന്, വെള്ളപ്പൊക്കത്തിന് മത്സ്യത്തൊഴിലാളികളുടെ വേണം. എന്തുകൊണ്ട് അവർ ചത്താലും ഇവർക്കൊരു കുഴപ്പമില്ല. ഇന്ന് കടലിൽ പോയ മോൻ ഇന്ന് രാത്രി 8 മണിയാകുമ്പോ 8 ദിവസം ആവണം. ഞങ്ങളുടെ ഈ കൊച്ചു, ഈ 2 പിഞ്ചു മക്കള് ഇന്നലെ രാത്രി ചോദിക്കണം, പോയ പപ്പ എവിടെ പോയി? ടൂറിന് ഞങ്ങളെ കൊണ്ടുവന്നത് ഞങ്ങളുടെ പപ്പ എവിടെ? അവള് പറഞ്ഞെന്നറിയാവോ? പപ്പ വലിയ മീൻ പിടിക്കാൻ പോയതുകൊണ്ടാണ് മക്കളെ ലേറ്റ് ആവണം. എത്രത്തോളം അവൾ ഈ പിള്ളേർക്കടുത്ത് കള്ളത്തരം പറയും. അവളും പറയുന്നത് എന്തോന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഭർത്താവിന്റെ ബോഡിയായിരുന്നു കിട്ടിയ. ഞങ്ങൾ പള്ളിയിൽ കർമ്മങ്ങൾ ചെയ്ത് ഞങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യാൻ ഇതായിട്ടിരിക്കുന്നത്. മന്ത്രി അവിടെ നിന്നിട്ട് ഇത് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏത് അച്ഛൻ ഇതൊക്കെ ചെയ്ത് എന്തൊരു ചെയ്തിട്ടുണ്ട്? ഒരു ഇത് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ സ്ത്രീകളാണ് ഈ റോഡിൽ ഇരുന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം ഷിജിന്റെ പ്രിയപ്പെട്ടവരാണ്. ഷിജിന്റെ ഭാര്യയുണ്ട്, ഷിജിന്റെ അമ്മയുണ്ട്, ഷിജിന്റെ ബന്ധുക്കളുണ്ട്, എല്ലാവരുമുണ്ട്. റോഡിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ്. കാരണം ഇവർക്ക് ഇനി ഒരു ഉത്തരം കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഷിജിൻ എവിടെയാണ് എന്നുള്ളൊരു വ്യക്തമായ ഉത്തരം ലഭിക്കാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ കുട്ടികളോട് എന്തു മറുപടി നൽകണം? തൽക്കാലത്തേക്ക് കുട്ടികളുടെ അച്ഛന് എവിടെയാണ് എന്നുള്ളത് കുട്ടികൾ ചോദിക്കുമ്പോൾ മീൻ പിടിക്കുന്നതിന് വേണ്ടി പോയിട്ടുണ്ടോ, വലിയ മീൻ പിടിക്കുന്നതിനായി പോയിരിക്കുകയാണ്, അത് തിരിച്ചു വരും, പിതാവ് ഉടൻ തന്നെ തിരിച്ചു വരും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. എത്ര നാളിങ്ങനെ ഇവർക്ക് ഈ കുഞ്ഞുങ്ങളോട് കള്ളം പറഞ്ഞ് ജീവിക്കാൻ കഴിയും, മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവരും ചോദിക്കുന്നത്. ഷിജിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഭിക്കണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഷിജിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം ലഭിക്കാതെ ഇവർ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലെ റോഡ് ഉപരോധം അവസാനിപ്പിക്കില്ല, പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ സ്ത്രീകളാണ്. ഇവിടെ ഒരു പാർട്ടിയുടെ കൂടിയില്ല, ആരുമില്ല, ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാം സ്ത്രീകളാണ്. ഇവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവനെ കാണണം അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം ലഭിക്കണം. ഈ ഒരു ഒറ്റ ചിന്ത മാത്രമാണ് ഇവർക്കുള്ളത്. ആ ഒരു ഒറ്റ ആവശ്യം മാത്രമാണ് ഉള്ളത്. MV ഗോവിന്ദൻ, വി ശിവൻകുട്ടി അടക്കമുള്ളവർ അല്പസമയം മുമ്പാണ് ഈ 2 വീടുകളിലും, അതായത് ഒന്ന് ഈ കാണാതായ ഷിജിന്റെ വീട്, തൊട്ടടുത്ത് തന്നെയുള്ള ഈ മരണപ്പെട്ട ഫ്രീമോന്റെ വീട്, ഈ 2 വീടുകളിലും ഈ നേതാക്കൾ സന്ദർശിച്ച് മടങ്ങിയ ശേഷമാണ് ഇപ്പോൾ ഈ തീരദേശ പോലീസ്, കോസ്റ്റൽ പോലീസിന്റെ സ്റ്റേഷനിലേക്ക് ഈ കുടുംബം ഈ ഒരു പ്രതിഷേധം നടത്തിയത്. ഇവിടെ വന്ന് അരമണിക്കൂറിലധികം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷമാണ് ഇവരിപ്പോൾ ഈ റോഡിന്റെ നടുവിലേക്ക്, ഇവിടെ ഇപ്പോൾ മഴ കൂടി പെയ്യുന്നുണ്ട് സ്മൃതി, ഈ മഴ തുടങ്ങുന്നുണ്ട്. ഈ മഴയത്ത് കൂടി അവർ ഇവിടേക്ക് ഇരിക്കാൻ അവർ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. 2 കുഞ്ഞു കുട്ടികളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ വിരോധം തുടരുകയാണ്, മഴയും കൂടെ പെയ്യുന്നുണ്ട്. ഇവരെ മാറ്റാനുള്ള എന്തെങ്കിലും നടപടി? മഴയും കൂടെ ശക്തമായിട്ടുണ്ട്. ഇവരെ മാറ്റാനുള്ള എന്തെങ്കിലും നടപടി, ചോദിക്കാൻ എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? സ്ത്രീകളാണ് ഇവിടെ ഇരിക്കുന്നത്, എന്തെങ്കിലും പറയാനുണ്ടോ? ഇവരിവിടുന്ന് മാറ്റുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
ഇതേ തന്നെയാണോ അവരോടും കാണിക്കുന്നത്? ഒരു ഉത്തരവും കൊടുക്കത്തില്ല അവരുടെ ചോദ്യത്തിന്? ഒന്നും പറയാനില്ല സാറിന്? രണ്ടുപേർക്കൊന്നും പറയാനില്ല. സ്മൃതി, നമ്മൾ തത്സമയം കണ്ടതാണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തോട് പോലും പ്രതികരിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥർ. ഈ കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ പാവപ്പെട്ട സ്ത്രീകളുടെ സമരവുമായി ഇവിടെ എത്തിയ സ്ത്രീകളുടെ കാര്യം അന്വേഷിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. നമ്മുടെ ചോദ്യത്തിന് മൗനം പാലിക്കുന്നു. ഈ സമരം ചെയ്യുന്ന ഈ സ്ത്രീകളെ ഈ മഴയത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ, മാറ്റി നിർത്തുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. ഇവരുടെ പരിശോധനകൾ ഏതുവരെയായി എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. ചുരുക്കത്തിൽ ഒരു മറുപടിയും ഇല്ലാതെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം.